ഓ, എത്ര നേരായിട്ട് ആ ഫോൺ അടിച്ചോണ്ട് കളിക്കണം. ഇങ്ങോരൊന്നും കേൾക്കണില്ലേ? ഉം, അടിച്ചോണ്ടേയിരിക്കും. ഹലോ ഹലോ, ആരത്? കൊറേ നേരം വിളിക്കണ്ടല്ലോ, വിളിച്ചാ മിണ്ടണമില്ലല്ലോ. വച്ചാ ഫോണെടുത്ത് പോടിച്ച് അല്ലാണ്ട് അടിച്ചു എടുത്തപ്പോ മിണ്ടണില്ല. ഓ, വീണ്ടും അടിക്കണ്ടല്ലോ. ഹലോ, ആരാണ്? ഒന്ന് ഫോണെടുത്ത് വർത്താനം പറഞ്ഞൂടെ? മിണ്ടാണ്ട് ഇരിക്കുക ഫോൺ എടുത്തിട്ട്. മിണ്ടിക്കൂടെ എന്തെങ്കിലും? ഹലോ ഹലോ, ദേ വെച്ച് എന്തുട്ടാ. ആരാ ഫോണില്? നിങ്ങൾ ബാത്റൂമിലാണോ? എത്ര വട്ടായി? 2-3 വട്ടായി ഫോൺ അടിക്കണ്. നമ്മള് വന്ന് എടുത്താല് ഹലോ നോക്കിയാൽ മിണ്ടണില്ല, അപ്പൊ കട്ടാക്കി. വീണ്ടും പോയാ വീണ്ടും അടിക്കണ്ട്. വീണ്ടും വന്ന് ഹലോ നോക്കിയാ കട്ടാക്കി. ആരാണാവോ വിളിച്ചോണ്ടേ ഇരിക്കണ്ട്? നിങ്ങളൊന്ന് വന്നിട്ട് നോക്കിയേ. നിന്റെ അടുത്ത് ആരാ ഫോൺ എന്റെ എടുക്കാൻ പറഞ്ഞത്? 1000 വട്ടം പറഞ്ഞില്ല എന്റെ ഫോൺ എടുക്കണ്ട നോക്കണ്ടെന്ന്. എന്റെ ആരെങ്കിലും ആയിരിക്കും, പണിക്കാരെങ്കിലും. മരക്കമ്പനിന്ന് ആൾക്കാർ വിളിക്കുന്നതാണ് കുറെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട്. അത് നീ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ചെയ്യുവോ? എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കണ്ടെന്ന്. അടിച്ചോട്ടെ, എനിക്കെന്തപ്പോ? നിന്റെ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ നീ എടുത്ത് സംസാരിക്കും. ഇത് കണക്ക് പറയാനോ എന്തെങ്കിലും ചോദിക്കാനും പിടിക്കാനൊക്കെ ഒരു സംശയത്തിന് വിളിക്കാവും. അത് നീ നിന്റെ സൗണ്ട് കാണുമ്പോ വേഗം കട്ടാക്കിണ്ടാവും. എനിക്കറിയില്ലല്ലോ കണക്കും തന്നു. ഫോണ് 2-3 വട്ടം അടിച്ചപ്പോ വന്ന് എടുത്തല്ലേ. നിങ്ങൾ ഇതിന് എത്രമാത്രം ചൂടാകാനുള്ളത്? നിങ്ങൾ ഫോൺ അടിച്ചാ എനിക്ക് എന്താ ഒന്ന് എടുത്തൂടെ? ആരാന്നൊന്ന് ചോദിച്ചാൽ ഒന്ന് മിണ്ടിക്കൂടെ വിളിക്കുന്നവർക്ക്? എന്റെ സൗണ്ട് കേൾക്കുമ്പോ ഓഫാക്കി വിടണം, എന്റെ സൗണ്ട് കേൾക്കുമ്പോ ഓഫാക്കി വിടണല്ലോ. അപ്പൊ ഒന്ന് വിളിക്കുന്നവർക്ക് എന്താ, നിങ്ങളെ ആയാലും ആരായാലും ഒന്ന് പറഞ്ഞൂടെ? അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഞാൻ ഏത് നേരം നിങ്ങളെ മൊബൈലെടുത്ത് കളിക്കണമൊന്നുമില്ല. ഫോൺ അടിച്ചപ്പോ നിങ്ങൾ കാണാണ്ടായപ്പോ ഞാൻ വന്ന് എടുത്ത് നോക്കിയതാ. അതിന് നിങ്ങൾ എന്തിനാ എത്ര ഇങ്ങനെ ചൂടാവാൻ നിൽക്കുന്നു? ഒരു വട്ടം പറഞ്ഞെങ്കിൽ മനസ്സിലാവില്ലേ? നീ ഒരു ചോറ് എങ്ങനെ വിളമ്പ് എടുത്ത് വെച്ചാൽ കഴിക്കാൻ ആവശ്യമില്ലാത്ത കാര്യത്തിനെ വിട്ട് ഇടപെട്ട് വിളിക്കുള്ളൂ. എടുക്കണ്ട പറഞ്ഞ പിന്നെ അതിന്റെ ചെയ്തോണ്ടിരിക്കും. ഒരു വട്ടം പറഞ്ഞു തന്നെയാ. എന്റെ ഫോണിൽ തുടണ്ട. മനസ്സിലായില്ലേ? ഇപ്പൊ ഭക്ഷണം വെച്ചേ കൊഞ്ചം വിളമ്പ് വെക്കിട്ട് വിശന്നിട്ട് ചെയ്യാം. ഇല്ല ഞാൻ വീട്ടിലിപ്പോ എത്തിയുള്ളൂ. ആ ഇല്ല, ഭക്ഷണം കഴിക്കണം. കൊഴപ്പൊന്നുമില്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ല. മരുന്നൊക്കെ കഴിക്കും കറക്റ്റ് ആയിട്ട് ട്ടാ. ആ ഡോക്ടറെ സ്കാനിങ് പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആ മരുന്ന് മാത്രം തെറ്റാതെ കഴിച്ചോ. ഇല്ല, ഞാൻ ഉമ്മ അടുക്കളയിലുണ്ട് തോന്നുന്നു. ആ ശരി, ഞാൻ ഉമ്മാക്ക് കൊടുക്കാം. ആ ഉമ്മ, സാലിക്കുട്ടി എന്തോ ഉമ്മക്ക് സംസാരിക്കണം. ഹലോ, വാലേക്കും സലാം. മോളെ, എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടർക്ക് പോയപ്പോ എന്താ പറഞ്ഞേ? അതെ, ശരി മാന്നാ, കുറച്ചായിട്ട് വിളിക്കാട്ട്. പിന്നെ മരുന്നുകളൊക്കെ പറഞ്ഞ പോലെ കഴിക്ക്. നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി സന്തോഷമായിട്ടിരിക്കും. ശരി, ഇതാ മോൻ്റെ അടുത്ത് കൊടുക്കാം. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി ശരി. മനസ്സിനൊരു സമാധാനമില്ല മോനെ. അല്ല, സാരിക്കുട്ടിന്റെ അടുത്ത് പോണ്ടേ? നമ്മൾ 9 മാസത്തെ വയറാണ്. മോന്റെ കയ്യിൽ കാശൊക്കെ ഇല്ലേ? പൈസ ഒക്കെ ഞാൻ ബാറ്ററിയിലൊക്കെ പിന്നെ വിളിച്ച് സാധനമൊക്കെ റെഡി വെച്ചിട്ടുണ്ട്. നമുക്ക് പോണ വഴിക്ക് സാധനം വണ്ടിയിലിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. സമാധാനായി, പൈസ ഉണ്ട് പറഞ്ഞപ്പോ സമാധാനായി. അത് ആലോചിച്ചിട്ട് ടെൻഷൻ. ഓരോ ദിവസങ്ങൾ പോകുമ്പോഴേ ആൾക്കാരും പിന്നെ നാണക്കിടാൻ പാടില്ലല്ലോ മോനെ. അവര് നല്ലവണ്ണം പൊളിച്ചീരാണ് കൊണ്ടുവന്നത്. അതുപോലെ നമ്മൾ അതുപോലെ വണ്ടി ഏർപ്പാടാക്കേണ്ട ആവശ്യം തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അല്ലമ്മ, ഞാൻ ഉപ്പാനെ കണ്ടിട്ടില്ലല്ലോ. ഉപ്പ എവിടെ പോയാ പുറത്തേക്ക്? ഉപ്പാടെ കാര്യമൊന്നും നീ പറയണ്ട. ഈ ഇടയായിട്ടേ ഉപ്പാടെ പോക്കൊന്നും ശരിയില്ല മോനെ. പല തരത്തിലും ഞാൻ നോക്കുന്നുണ്ട്. മോനോട് പറയണ്ട. മോന് ഒന്നിന് മാത്രം കുട്ടിയല്ലേ. ഇപ്പൊ ഇത്രയും വയസ്സുകാലത്ത് ഇതുവരെ ഇല്ലാത്തത് മോനോട് ഒരു പരാതി പറയണ്ടെന്ന് വെച്ചിട്ട് ഒന്നും പറയാറില്ല. ഒതുക്കി ഒതുക്കി കൊണ്ടുപോകാണ്. പക്ഷെ
പറ്റണില്ല. ഇതുവരെ എന്നെ അങ്ങനെ മുഖം കറുപ്പിച്ചൊരു വാക്ക് പോലെ നിന്റെ ഉപ്പ എന്നെ പറഞ്ഞിട്ടില്ല. ഒരു ഈർക്കലി എടുത്ത് എന്നെ പോലെ ഇതുവരെ ഒരു അടി തന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഉപ്പ എന്താ പറയാ, മൂത്തടിച്ച പോലെ സങ്കടം വരിക, നെഞ്ച് പൊട്ടുക, ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താന്നറിയില്ല. ഫോൺ വരുന്ന കാലത്തെ ആ ഫോൺ വന്നപ്പോ ഞാൻ ചെന്നെടുത്ത് ഹലോ നോക്കുമ്പോ കട്ടായി. വീണ്ടും അങ്ങോട്ട് പോയി പണികളെന്തെങ്കിലും ചെയ്യുമ്പോ വീണ്ടും ഫോൺ അടിക്കുന്നത് കട്ടായി. അപ്പൊ ഞാനെടുത്തിട്ട് എന്തോ ഒന്നും മിണ്ടണില്ല എന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കുമ്പോ ഉപ്പ പറഞ്ഞു ആരാന്ന്. ഞാൻ ചോദിച്ചു ആരാന്ന് അറിയില്ല. അതേ 2-3 വട്ടം വിളിച്ച് ഒന്ന് എടുത്താണെന്ന് പറഞ്ഞപ്പോ ഈ എന്തിനെടുത്ത് എന്റെ കാര്യം നോക്കിക്കൂടെ, ജാതി വർത്താനം. ഇതുവരെ അങ്ങനെയൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പറയുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം മോനെ. ഈ ഇടയായിട്ട് ഉപ്പാടെ പോക്കൊന്നും എനിക്ക് വലിയൊരു ഇതാകുന്നില്ല. ഉമ്മ ഇതൊക്കെ ഒരു സംഭവമാണോ? ഉപ്പ എന്ന് പറയുമ്പോ മരത്തിന്റെ ബിസിനസ്, പിന്നെന്താ ഓരോ സ്ഥലത്തെ ലോഡ്, വണ്ടിക്കാര്, അത് ഇത് എന്ന് പറയുമ്പോ ഒരുപാട് പ്രശ്നങ്ങളില്ലമ്മ. അവരൊക്കെ ഉപ്പാനല്ലേ വിളിക്കുക. ഉപ്പാനെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോ ഉമ്മാനെ സൗണ്ട് കേട്ടപ്പോ ഫോൺ വെച്ചതാവും. അതൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ലമ്മ. ഉമ്മ എന്തിനാ അതൊക്കെ വലിയ സംഭവമാക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? അത് ഉമ്മക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ. ഉപ്പാനങ്ങനെ ഒരുപാട് പേര് വിളിക്കുമ്പോ ബിസിനസ്സുകാരല്ലമ്മ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിക്കണതായിരിക്കും. ഉമ്മ അതിന് വിഷമിക്കുന്നു വേണ്ട. ഇത് ചെറിയൊരു കേസ്, ഇതിന് പോയിട്ട് നോക്കി എന്തൊക്കെയാ പറയുന്നു. നിങ്ങൾക്കൊന്നും അറിയില്ല മോനെ, ഉമ്മാക്ക് അറിയണ പോലെ നിങ്ങൾക്ക് അറിയില്ല. എൻ്റെ ഉപ്പാനും 10-40 കൊല്ലം 10-30 കൊല്ലമായി ഉമ്മാടെ കല്യാണം. എന്നേ വരെ നിന്റെ ഉപ്പാനെ അങ്ങോട്ടും സംശയിച്ചിട്ടില്ല, എന്നെ നിന്റെ ഉപ്പാക്കും ഇല്ല. പക്ഷെ ഈ ഇടയായിട്ട് ഉപ്പ ഒരു മാറ്റം വന്ന പോലെയല്ല, മാറിയിട്ടുണ്ട് നിന്റെ ഉപ്പ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. മക്കളോട് എങ്ങനെ പറയാൻ വേണ്ടി ഉമ്മ പിടിച്ചു നിൽക്കുകയാണ്. അയ്യോ ഉമ്മ, നമ്മൾ ആ കണ്ണുകൊണ്ട് അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുക. ഉമ്മ എന്തിനാ വിഷമിക്കണത്? ഉമ്മ മാറ്റി ചിന്തിച്ചു നോക്കിക്കേ. അത് വേറെ ആരെങ്കിലും ഒക്കെ ആവും. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ ഉമ്മക്ക് അങ്ങനെ തോന്നില്ല. നമ്മൾ ആ കണ്ണുകൊണ്ട് ചിന്തിക്കണ കാരണമാണ് നമുക്ക് അങ്ങനെ തന്നെ തോന്നണത്. ഉമ്മ ഇതിനൊക്കെ വിഷമിച്ചാൽ എങ്ങനെയമ്മ? അതൊന്നും കാര്യാക്കണ്ട ട്ടാ. ഞാൻ പറഞ്ഞില്ല, അത് ഉപ്പാക്ക് ഓരോരുത്തരെ വിളിക്കണായിരിക്കും. ഉമ്മ എന്തിനാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്? നോക്ക്, അതൊന്നും വിഷമിക്കാൻ നിൽക്കണ്ട ട്ടാ. ഉമ്മാന്റെ ഒരു കാര്യം, ഉമ്മാക്ക് കാര്യം എന്താണ്, ഈ ലോകത്തിൽ നടക്കുന്ന സത്യം എന്താണ്, നുണ എന്താണ് ഒന്നും മനസ്സിലാക്കാനും ഉമ്മാക്ക് ആയിട്ടില്ലല്ലോ. കുഴപ്പമില്ല, അത് ഉമ്മാക്ക് തോന്നിയതാവും ട്ടാ. ഉമ്മ വിഷമിക്കുന്നു വേണ്ട. ചെറിയ കാര്യം. ഹലോ. ഹലോ, നിങ്ങളെവിടെ? നിങ്ങൾ എത്ര വട്ടം വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ 2 വട്ടം വിളിച്ചപ്പോൾ നിങ്ങളെ ഭാര്യയാണ് എടുത്തത്. നിങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരാട്ട് പറഞ്ഞല്ലേ വിളിച്ചത്. നിങ്ങളുടെ ആ കടയിലവിടെ നിൽക്കാൻ പറഞ്ഞത് ഒന്നുമില്ലല്ലോ. ഞാൻ അവിടെ വന്ന് കുറേ നേരം കാത്തിരുന്നു, അവിടെ കണ്ടുമില്ല. പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വീട്ടിലുള്ള സമയത്ത് വിളിച്ചു കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവളെ വന്ന് എടുക്കുക, എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതായത് ചിലപ്പോൾ സംശയമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ നോക്കിയിട്ട് അവിടെ നിന്ന് ബാക്കിൽ വന്നിട്ടാണിപ്പോൾ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കാണാത്ത കാരണമാണ് 2 വട്ടം വിളിച്ചു. നിങ്ങൾ 2 വട്ടം വിളിച്ചു. നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നും എടുത്തത്. അപ്പൊ തന്നെ ഞാൻ കട്ടാക്കി. ഹലോ നോക്കുന്നുണ്ട്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഒരു സമാധാനിച്ചിട്ട് വന്നുള്ളതുണ്ട്. അല്ലെങ്കിൽ അത് സംശയം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വീട് സംശയം പറഞ്ഞു. എന്തെങ്കിലും പിടിക്കപ്പെട്ടുണ്ടല്ലോ, ഇത് ആ പ്രശ്നമാവും. അങ്ങനെയൊന്നും പിടിക്കില്ല. അങ്ങനെ പിടിച്ചിട്ട് കീഴടയിൽ പൊക്കോട്ടെ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ കാര്യമൊക്കെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പഠിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കണ്ടിക്കുന്ന പെണ്ണിനെ എന്തിട്ടൊക്കെ ഓലാത് അതൊന്നും ഒക്കാക്ക് ചേർന്നല്ല. നമുക്ക് നാടാണ് ചേർന്നത്. നമുക്ക് ഒരുമിച്ച് ജീവിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കാണണം. അവിടെ തന്നെ നിൽക്കുക എന്ന് നമ്മൾ കാണില്ല. ആ മരത്തിൻ്റെ ചോട്ടിൽ വന്നിരിക്കുന്നത് പറഞ്ഞിട്ടാ. അത് ഇഷ്ടം തന്നെയൊക്കെ തന്നെ. നമ്മളെത്ര കൊല്ലായി അവിടെ സംസാരിച്ചോളൂ. ഇനി നിങ്ങളിങ്ങനെ നിൽക്കേണ്ടതില്ല. എന്താ വെച്ചാൽ നമ്മൾ അതിനേക്കാൾ സംശയം കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അവിടെ വെച്ച് ഞാൻ വിളിക്കാമല്ലോ. അപ്പോൾ തന്നെ അവിടെ വന്നാൽ മതി. അതിൻ്റെ വീട്ടിലുള്ള സമയത്ത് വിളിച്ചൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ അവളോട് എന്തെങ്കിലും പറഞ്ഞ ബിസിനസ്സിൻ്റെ കാര്യം കൊണ്ട് വേണമെങ്കിൽ 2 ദിവസം എവിടെയെങ്കിലും കുട്ടിയെ കൊടുക്കുന്നതിലോ അങ്ങനെയൊക്കെ പോവാം കേട്ടോ.
ഊട്ടിക്കാൻ കൂട്ടിക്കാൻ എനിക്ക് നോക്കി പോവാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം പറഞ്ഞില്ലേ കളയൊരു കാര്യം ഒരു ഇഷ്ടത്തിന്റെ കാര്യങ്ങളല്ലേ കുറേ സ്വർണ്ണങ്ങളാണ് നമുക്ക് അതൊന്നും എടുക്കണം. ഇപ്പം ആ സ്ഥലം കിട്ടി കച്ചവടമാക്കി നമുക്ക് തരാമെന്ന് പറഞ്ഞത് എൻ്റെ വിഷമം കൊണ്ടൊക്കെ ആ 3 ലക്ഷത്തിന് തന്നാൽ അതിൽ നമ്മൾ തരാൻ പോകല്ലേ. ആ സ്വർണ്ണമൊക്കെ ഒന്ന് ഇടാന്ന് വിചാരിച്ചോ. ആ പൈസ കൊണ്ടുവന്നപ്പോൾ എൻ്റെ സ്വർണ്ണമൊക്കെ നിർത്തിയേക്കാം. ആ അത് ഞാൻ മറന്നിട്ടില്ല, ഞാൻ കൊണ്ടുവരുന്നുണ്ട് പൈസ. ആ അത് ഞാൻ മറക്കുമോ? ആ സ്വർണ്ണൊക്കെ എടുത്തിട്ടാ പേടിക്കണ്ടാവും. ചോദിച്ച പൈസ ഒന്നുമില്ലേ ഞാൻ തരുന്നുണ്ട്. ഇപ്പൊ വെക്കുക ഇപ്പോൾ പറ്റുന്ന കേൾക്കുന്നുണ്ടാവും കേട്ടാ. ശരി എന്നാ. ആ ഈ സമയത്ത് ആരും മെസ്സേജ് അയക്കുന്നു. ഫോൺ വിളിച്ചു വെച്ചത് വീണ്ടും ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹലോ ഇക്ക, ആ 3 ലക്ഷം മറക്കരുത് കേട്ടാ. വരുമ്പോ ഉറപ്പായിട്ട് കൊണ്ടുവരണേ. എന്തായാലും നാളെ വരുമ്പോ കൊണ്ടുവരണം. കാത്തിരിക്കണേ. ആ മരച്ചോട്ടിൽ വന്നാ മതി. ഐ ലവ് യു ഇക്ക. അത് പൈസ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, ഇപ്പല്ലേ ഫോൺ വിളിച്ച് വെച്ചത്. വീണ്ടും പിന്നെ ഇതിലിപ്പോ വോയിസ് അയക്കണമെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഉറക്കത്തിലാണോ ഇപ്പോൾ പറയുന്നത്? ഞാൻ കൊണ്ടുവരാം, പൈസ കൊണ്ടുവരാം, കേട്ടിട്ടാ. ആ തുറന്നവരെ ഇറങ്ങണം. വെടികെട്ട് വീണാലും അറിയില്ല. അല്ല, ആർക്കും നിങ്ങൾ 3 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞത്? എന്താ ഞാനെന്ത് ഉറങ്ങിന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അഭിനയിക്കണ്? ഇപ്പൊ എന്താ ഉറങ്ങി കിടക്കണ നിങ്ങള്? എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിങ്ങൾ. ഇപ്പൊ ആർക്കും നിങ്ങൾ 3 ലക്ഷം കൊണ്ട് കൊടുക്കാൻ പോണ? ഇതാ ഉറങ്ങിന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. എത്രണ്ടായിരുന്ന ആർക്കും നിങ്ങൾ 3 ലക്ഷം കൊണ്ട് കൊടുക്കാൻ പോണ? ആർക്കാ നിങ്ങൾ വയസ്സ് ആർക്കാ വിട്ട്? ഞാൻ അപ്പോഴും പറഞ്ഞു നിങ്ങളെ കള്ളത്തരം എന്തൊക്കെയോ നിങ്ങളെ കള്ളത്തരം കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തിനാ നിങ്ങൾ ആരെ ഇതാക്കാൻ വേണ്ടിട്ട് നിങ്ങള് ഞാൻ ഫോൺ ചെയ്യുമ്പോ വന്നിട്ട് എന്തിനു നീ ഫോൺ എടുത്ത് ഏതിനാ ഫോൺ എടുത്ത് എന്നോട് തല്ലുകൂടിയില്ലേ? ഇപ്പൊ ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോയിസ് വിട്ടിട്ട് വോയിസ് കേട്ടിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞ ആരാണ് അവള് ആരാണ്? ഏത് മരിച്ചോട്ടേക്ക് അവള് വരാൻ പറഞ്ഞ നിങ്ങളോട്? നിങ്ങളൊന്നും ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവിടെ ഇരിക്കി ഞാൻ എന്റെ മോനെ വിളിച്ചിട്ട് കാര്യം പറയും. ആരാണ് അവള് ആരാന്നാന്ന് ചോദിച്ചു ഇപ്പൊ തന്നെ വിളിക്കാം അവള്. ഞാൻ സ്വപ്നം കണ്ടതാ. ഞാൻ ഉറങ്ങി പോത്തുറങ്ങും. ഇതിപ്പോ എന്താ പറഞ്ഞ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ഉറങ്ങണുണ്ട്. ഞാൻ ഉറങ്ങിയ എന്റെ മനസ്സമാധാനം പോയിട്ട് കുറെ ദിവസമായി. ഇന്നടക്കം കുറച്ച് ഞാൻ എന്റെ മോനോട് പറഞ്ഞ് കരഞ്ഞിട്ടാ വന്ന്. പഠിച്ചവന് അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പൊ നിങ്ങള് വോയിസ് കേട്ടിട്ട് ആരാണ് ആരാണെന്ന് എനിക്ക് പറയണം. ആർക്കാ നിങ്ങള് 3 ലക്ഷം എവിടുന്നാ 3 ലക്ഷം കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് വോയിസ് വിട്ടിട്ട് ഫോൺ എടുക്കാനാ പറഞ്ഞേ. എന്നാ എടുക്ക് ഏത് മരച്ചോട്ട് വരാൻ പറഞ്ഞ? ഏത് മരച്ചോട്ട് വരാൻ മര്യാദക്കുള്ള വർത്താനം പറയേ നിങ്ങള്. ആർക്കാണ് വരാൻ പറഞ്ഞ? എവിടാണ് അവളെ വിളിക്ക്. നോക്കില്ലല്ലോ. ആ ബിസിനസ്സുകാരന് 3 ലക്ഷം വേണം പറഞ്ഞിട്ട് പറഞ്ഞയച്ചതാ. എന്നെ ഇതിലിപ്പോ കട്ടും തള്ളിയിട്ടത് നീ ആര്? നീ പറഞ്ഞു സ്വപ്നം കണ്ടിട്ട് കിടന്നുണ്ടാവും നീ. ഞാൻ ഇന്നിപ്പോ ചവിട്ടി ഒരു വീഴ്ച വീണത് എനിക്ക് സ്വപ്നത്തിലാണ് ഞാൻ വിചാരിച്ചത്. ഓരോരോ കാര്യങ്ങൾ ചെയ്യണതാ. ഇരുന്നായിട്ട് അവിടെ കളിക്കാൻ നിൽക്കില്ലേന്ന് നോക്കട്ടെ തന്നെ. ആരാണ് അവള് നോക്കട്ടെ തന്നെ. ആ 3 ലക്ഷം കൊടുത്തിരുന്നിട്ടാ കൊണ്ടുവരണേ. എന്തായാലും നാളെ വരുമ്പോ കൊണ്ടുവരണം. കാത്തിരിക്കണേ. ആ മരച്ചോട്ടിൽ വന്നാ മതി. അത് ഞാനില്ല, വേറെ ആൾക്ക് വേറെ അയച്ചിട്ടതാണ്. എന്റെ ഓയതല്ലടി.
എനിക്ക് എന്താ ഇത് ആവശ്യമില്ലാത്ത ഓരോ എന്താ നീട്ടാ ഫോൺ എടുത്തിട്ട് ഓരോ സംശയങ്ങൾ ഓരോ കൊണ്ട് നടക്കാറുള്ള ഇതൊക്കെ ആരാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഓരോ കേസുകളൊക്കെ പുറത്താണെങ്കിൽ പല ഇതിലും പോകും അതിനൊക്കെ ഓരോ സംശയത്തിൽ പിടിക്കാന്ന് വെച്ചാൽ പെണ്ണിന്റെ സൗണ്ട് തന്നെ വേറെ കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ് വോയിസ് വിട്ടത് കൂട്ടുകാരന്റെ ഭാര്യ നിങ്ങൾക്ക് അതിനകത്ത് അയാൾക്ക് വിട്ടത് എനിക്ക് തെറ്റി വന്നതാ കേസ് പറഞ്ഞിട്ടാ മതി നിങ്ങളോടുള്ള ജീവിതമായിരിക്കും മതി ഇരുന്നോ ഞാൻ എന്റെ മോനെ വിളിച്ചു കാര്യം ഞാൻ പറയണ്ട നിങ്ങൾ വെറുതെ വിടില്ല നിങ്ങൾ നോക്കി എണ്ണയാണ് നിങ്ങൾ ഞാൻ അതിൽ പറയിപ്പിക്കുന്ന വെറുതെ നിങ്ങളെ വിളിക്കുന്ന നീ എന്തൊരു ചെയ്യണ അവിടെ എന്താ നീ ഇത്ര കാലം നീ എന്റെ കൂടെ ജീവിച്ചിട്ട് എന്നെ വിശ്വാസം ഇല്ലാണ്ടായില്ലേ ഏതോ ഒരു ചങ്ങാതി ഒരു വോയിസ് വിട്ടതാ അത് കേട്ടിട്ട് എന്നെ സംശയിച്ച് നീ പോയത് ഇല്ലേ എത്ര 10-30 കൊല്ലമായി ഞാൻ കൂടെ ജീവിക്കുന്നത് ഇന്ന് വരെ ഞാൻ ഒരാളോട് പറയിപ്പിച്ചിട്ടുണ്ടാ ഒരു നാട്ടുകാരോട് ചോദിച്ചു വെക്ക നീ എന്നെ സംശയം വിചാരിച്ചില്ലേ എന്റെ കൂടെ ജീവിക്കുകയാണ് എന്റെ കൂടെ ജീവിച്ചത് അല്ലെങ്കിൽ നീ പൊക്കോട്ടാ ഇതോടെ ലാസ്റ്റാണ് ഞാൻ പറയണത് ഇനി ഞാൻ പറയാൻ നിൽക്കില്ല അയ്യോ ഒന്നും പറയണ്ടത് ഉമ്മാക്ക് ഭയങ്കര സംശയം കിടക്കുകയായിരുന്നു അവിടെ നിന്ന് ഒരൊറ്റ ചവിട്ട് എന്നെ തട്ടിയിട്ടു എന്നിട്ട് ഫോൺ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഫോൺ വരുന്നു ഇത് വോയിസ് വിട്ടിട്ടുണ്ടെന്നൊക്കെ ഫോണൊക്കെ മേടിച്ച് വലിച്ചെറിഞ്ഞ് ഒരു ജാതി ചീത്ത പറഞ്ഞ് തല്ലുകൂടിയിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടിയാൻ വേണ്ടി എവിടേക്കേ ഫോണൊന്നും പിടിയില്ല ഞാൻ കുറെ ഡയലോഗ് പറഞ്ഞു നീ എൻ്റെ കൂടെ ജീവിക്കുകയാണ് ജീവിച്ചാൽ മതി അല്ലെങ്കിൽ ഇരിക്കേണ്ട പൊക്കോ എന്നൊക്കെ ഞാൻ എൻ്റെ വാശിപ്പുറത്ത് ഞാൻ പറഞ്ഞു ആ ദേഷ്യത്തിലുകൊണ്ട് കരഞ്ഞിട്ട് ഒറ്റ പൊക്ക പോയി അതെന്താന്ന് പോയി അന്വേഷിക്കുന്നു അവിടെ വാങ്ങല് അവിടെ അടച്ച് എൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുന്നുണ്ട് എന്താണെന്നുള്ള അറിയില്ല സംഭവം അയ്യോ നിങ്ങളുടെ ഈ വഴക്കും മക്കളൊന്നും തീരാനായിട്ടില്ലേ ഇന്ന് അടുക്കളയിൽ വന്നപ്പോ അടക്കം ഉമ്മ എന്തൊക്കെയോ പറയണ്ടായിരുന്നു ഉപ്പാനെ പറ്റിയിട്ട് അപ്പൊ ഉപ്പ ഒന്ന് ശ്രദ്ധിച്ചൂടെ എന്തിനാ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉമ്മ എന്തൊക്കെയോ പറയണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല ആ പാവ അതും ഇതും പറഞ്ഞിട്ട് എന്തിനാ ഉപ്പ ആവശ്യമില്ലാതെ ഉമ്മാർക്ക് സംസാരിക്കാനും വഴക്കിടാനും പോയത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്തിനാ ചീത്ത പറയാനൊക്കെ പോയത് ഉമ്മ എന്നിട്ട് എവിടെ അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല ഉമ്മാക്ക് ഓരോ സംശയങ്ങളാ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു എന്റെ പുറത്തൊരൊറ്റ ചവിട്ടി ഞാൻ വീണു പിന്നെയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായത് വോയിസ് അഭിവൃദ്ധിക്ക് പറഞ്ഞിട്ട് ഓരോ സംശയ രോഗങ്ങൾ തുടങ്ങിയിട്ട് കുറെ ദിവസമായി ഇതിപ്പോ ഇന്നാണ് രാത്രി ഞാൻ ഉറക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാ അവിടെ നിന്ന് പോയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയിട്ട് ഇന്ന് കടുകയിൽ എന്തെങ്കിലും പോയിട്ട് പിടിക്കാൻ ചെയ്യണ്ട അത് നോക്കി പോയിട്ട് ഒന്നും പറയണ്ട ഞാൻ എന്ത് പറയാനാ ഈ രാത്രി നേരത്തെ ഈ പകൽ നേരത്തേക്ക് ഞാൻ എന്ത് ചെയ്യും മനുഷ്യൻ പണിയെടുത്ത് വന്ന് ക്ഷീണിച്ചിട്ട് വന്ന് കിടക്കണത് ആ സമയത്താണ് ഓരോ അംഗങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ ഞാൻ എന്നും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറില്ല ഞാൻ എന്നോടൊന്നും പറയാറില്ല ഇപ്പൊ ബഹളം കൂടിയപ്പോഴാണ് ഇപ്പൊ വന്നത് ഒന്ന് അവിടെ പോയി നോക്കിയാൽ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുതുവാലും അതിന് വേറെ ഓരോ കാര്യങ്ങൾ ചെയ്യാക്കണം അതിന് പിന്നാലെ നടക്കണം ഇപ്പൊ എന്താ പറഞ്ഞത് എന്തെങ്കിലും ചെയ്ത് അതിന് പിന്നാലെ നടക്കണം അല്ലേ അത്രയ്ക്കൊക്കെ ഉള്ളൂല അപ്പൊ ഞാൻ പോയി നോക്കിക്കോളാം ഉമ്മാനെ ഉമ്മ എവിടെ പോയി പഠിച്ചോനെ ഇരുത്ത് അല്ലെങ്കിൽ തന്നെ 100 പ്രശ്നങ്ങള് ഈ ഉമ്മ എവിടെ ആ ഉമ്മ ഇവിടെ ഇരിക്കുക ഉമ്മ എന്തുമാ ഇവിടെ വന്നിരിക്കണത് ഉമ്മ എന്താ പറ്റി പറയേ ഞാൻ ഉപ്പാന്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് വന്നോളൂ എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം ഉമ്മ എന്തിനാ ഇവിടെ വന്നിരിക്കണത് ഉമ്മക്ക് നമ്മളൊക്കെ ഇല്ലേ ഉമ്മ എന്താ ഒറ്റയ്ക്കാന്ന് വിചാരം ഉമ്മ എന്തിനാ ഉമ്മക്ക് അറിയണേ മോനോട് ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ ഉപ്പാന്റെ മൊബൈലൊന്നും മേടിച്ചിട്ട് ഞാൻ വോയിസ് ഒന്നും കേട്ടു ഇപ്പൊ എന്തിനാ നമ്മളോട് നീ ചതിച്ചില്ല ഇതിന് പറ്റിയായിരുന്നോ അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കോന്ന് പറഞ്ഞത് ഇപ്പൊ അതിനറിയോ ഇക്ക 3 ലക്ഷം കൊണ്ടുവന്നായിട്ട് എന്റെ ഉപ്പാക്ക് ഒരു പെണ്ണ് വയസ്സ് കിട്ടുന്നു ഞാൻ ഒന്ന് എടുത്ത് നോക്കിയപ്പോ ഞാൻ ജീവിച്ചിരിക്കില്ല എന്താ ചെയ്യാമ്മ ഉമ്മ നിന്ന് ആലോചിച്ച് നോക്കിയോ ഉപ്പാക്ക് എത്ര വയസ്സായി നോക്കി മോന്റെ കല്യാണം എന്റെ കഴിഞ്ഞു എന്നിട്ട് ഉപ്പാക്കും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ അതിന് ഉമ്മ കഴിഞ്ഞിട്ട് കാര്യം നമുക്ക് ഉപ്പാനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം
പറഞ്ഞ് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വെറുതെ വഴക്കും വക്കാനും അതൊക്കെ എന്തിനാ? ഉമ്മ എണീറ്റേ, ഉപ്പാനോട് ഞാൻ സംസാരിക്കാം. അല്ലെങ്കിൽ തന്നെ ഞാൻ കുറച്ച് സംസാരിച്ചിട്ട് വരുന്നത്. ഉമ്മ കരയണ്ട. ഉമ്മ ഇങ്ങനെ കരയണ കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നത്. ഉമ്മ എണീക്ക്. ഉമ്മ അതും ഇതൊന്നും വിചാരിക്കണ്ട. വന്നേ, നമുക്ക് പാടത്ത് സംസാരിക്കാം. വായോ ഉമ്മ. എന്റെ ഉപ്പ 3 ലക്ഷം ഉറുപ്പിയാണ് കൊണ്ടുകൊടുക്കാന്നുണ്ട്. ആ പെണ്ണിന് വോയിസ് ഇട്ടിട്ട് ആ പെണ്ണിന് കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കണം. ഇനി ഒരു നിമിഷം എന്റെ ഉപ്പാൻ്റെ കൂടെ ഇനി നമ്മ ഇന്ന് ജീവിക്കില്ല. എന്റെ ഉപ്പ പോയിക്കോട്ടെ, ആ പെണ്ണോടെ പോയി ജീവിച്ചില്ല. ഇനി എന്റെ ഉപ്പ ഇല്ലാണ്ട് വേണ്ട. എന്റെ ഉപ്പാൻ്റെ ഒരു തോറ്റി വിശ്വാസം എനിക്ക് ഇനിയില്ല. ഞാൻ പറഞ്ഞപ്പോഴൊന്നും നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ ആ വോയിസ് നിർത്തിട്ട് നോക്കി മോൾ ചെന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ ഉപ്പ ഒന്നും അങ്ങനെയില്ല, ഉപ്പ ഒന്നും അങ്ങനെയില്ല എന്ന് പറഞ്ഞില്ലേ. മോൻ ചെന്നിട്ട് ആ മൊബൈലൊന്നും എടുത്ത് നോക്കി നോക്കും. എല്ലാം സഹിക്കും മോനെ. എന്ത് വേണമെങ്കിലും കൊടുക്കണ വസ്ത്രം കൊടുക്കും, എന്ത് വേണമെങ്കിലും കൊടുക്കും. പക്ഷെ ഒരു ഭർത്താവിന് ഒരു പെണ്ണും പകുതി കൊടുക്കൂല, ഒരാൾക്ക് വിട്ടു കൊടുക്കൂല. എന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ? അതേ, ഇതൊന്നും ഈ കുടുംബത്തിൽ നടക്കില്ല. 3 ലക്ഷം രൂപയാ. ഉമ്മ പറഞ്ഞപ്പോഴേ ഇതൊക്കെ ഒരു വേറൊരു രീതിക്കാ. ഉമ്മക്ക് വല്ല സംശയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വിചാരിച്ചത്. അല്ലാണ്ട് ഇത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടമ്മ. ഉമ്മ വോയിസ് കേട്ടാ? അടച്ചോനെ, എന്തിന്റെ കേടാണ് ഈ ഉപ്പാക്ക്? ഉമ്മ എണീറ്റെ, ഉപ്പാന്റെ അടുത്ത് 4 വാക്ക് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. ഈ കുടുംബത്തിൽ ഇതൊന്നും നടക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഉപ്പാനെ ഈ വീട്ടിൽ ഇരുത്താനേ പറ്റില്ല. ഉമ്മ എണീറ്റെ, ഉപ്പാനടുത്ത് ചോദിച്ചിട്ട് തന്നെ കാര്യം. എനിക്ക് അല്ല എന്താ ഇത്? അപ്പോഴേ ഈ വീഡിയോ 2ാം പാർട്ട് വരും ട്ടാ. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ. എല്ലാവർക്കും ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. എല്ലാവരും നമ്മളെ വീഡിയോ കാണണം. അപ്പൊ പാർട്ട് 2 ഉടനെ വരും ട്ടാ. അപ്പൊ എല്ലാവർക്കും ബൈ. അടുത്ത് ചോദിച്ചിട്ട് വരാം.